US പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും US-നെ സ്ഥിരമായി സമ്മർദ്ദം ചെലുത്തുകയാണ് സൗദി എന്ന വിവരമാണ്. ഈ സംഘർഷം ഈ മേഖലയെ പുനർനിർമ്മിക്കുന്നതിനുള്ള നിർണായക നിമിഷമാണെന്നും ഇറാനെതിരെ ആക്രമണം തുടരണമെന്നുമാണ് സൗദിയുടെ നിലപാട്. സംഘർഷം 4ാമത്തെ ആഴ്ച പിന്നിടവേ ട്രംപ് ഇറാനുമായി താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാനെതിരെ സമ്മർദ്ദം തുടരാൻ ഈയിടെയുള്ള കൂടിക്കാഴ്ചയിൽ സൗദി കിരീടാവകാശി ട്രംപിനോട് ആവശ്യപ്പെട്ടു. അതായത് പശ്ചിമേഷ്യയെ പുനർനിർമ്മിക്കുക, ഇതിനുള്ള ചരിത്രപരമായ അവസരമാണ്. ഒപ്പം അവിടുത്തെ ഭരണകൂടത്തെ പിന്തള്ളുക, ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ ദീർഘകാലമായി ഉയർത്തുന്ന ഭീഷണി ഇല്ലാതാക്കുക, ഒപ്പം നിലവിലെ സർക്കാരിനെ ഒഴിവാക്കുക. ഇതൊക്കെയാണ് സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരിട്ട് US-നോട് ആവശ്യപ്പെട്ടത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതും നിർണായകമാണ്. നമുക്കറിയാം വിനോദ്, സൗദി തന്ത്രപരമായ പങ്കാളിയാണ് US-ൻ്റേത്. അപ്പോൾ യുഎസിന്റെ സേനാത്താവളങ്ങളടക്കം സൗദി അറേബ്യയിലുണ്ട്. അപ്പോൾ US-ന് സൗദിയുടെ ഈ ആവശ്യം അത്ര പെട്ടെന്ന് പുറന്തള്ളാൻ സാധിക്കില്ല. ഇറാനെ തീർക്കുക എന്നുള്ള നിർദ്ദേശം സൗദി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം ഈ 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറയുമ്പോഴും ആ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്യാതെ സൗദി മാറി നിൽക്കുകയാണ്. യുദ്ധം തുടരണം എന്ന് മാത്രമല്ല സൗദി ആവശ്യപ്പെടുന്നത്. മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം കിരീടാവകാശിയാണ്. അദ്ദേഹം പറയുന്നത് അവിടുത്തെ ഭരണാധികാരിയാണ്. അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും ഈ യുദ്ധം നിർത്തരുത് എന്ന് മാത്രമല്ല, കരയുദ്ധം നടത്തണമെന്നാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ സേനാ വിഭാഗമായ എലിറ്റ് വിഭാഗമായ 82ാം എയർബോൺ ഇറാന് തീരത്തേക്ക് വരുന്നു എന്ന വിവരമാണ്. പക്ഷേ ഇറാനിൽ പ്രവേശിക്കില്ല എന്ന വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെൻറ്റഗണിൽ നിന്നൊക്കെയുള്ള വിവരം അങ്ങനെയാണ്. ആ തരത്തിൽ അവർ പ്രവേശിച്ചേക്കില്ല എന്ന സൂചനകളുണ്ട്. പക്ഷേ കരയുദ്ധത്തിൻ്റെ സാധ്യതകൾ തള്ളുന്നില്ല. നേരത്തെ ട്രംപ് പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം പുറത്തിറക്കിയതിൽ പറയുന്നത് ഇറാൻ്റെ സകല സേനാ വിഭാഗങ്ങളെയും തകർത്തുവെന്നാണ്. അവരുടെ നാവിക, വ്യോമ, കര സംവിധാനങ്ങളെ മുഴുവൻ, അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കി എന്നൊരു അവകാശവാദമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ കരയുദ്ധത്തിൻ്റെ സാധ്യതകൾ നേരത്തെ തള്ളിയിരുന്നു. പക്ഷേ പറയുന്നത് ട്രംപ് ആയതുകൊണ്ട് നമുക്കത് അങ്ങനെ കാണാനേ കഴിയൂ. അതുകൊണ്ട് കരയുദ്ധത്തിനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു ആവശ്യമാണ് സൗദി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ വാണിജ്യപരമായ ഒരുപാട് കാര്യങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ട് രഞ്ജിത്ത്. കാരണം ഹോർമൂസ് വഴിയുള്ള ഗതാഗതത്തിൽ തടസ്സമുണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന നഷ്ടം വലിയ തോതിൽ ബാധിക്കുന്നത് സൗദി പോലൊരു രാജ്യത്തെയാണ്, വലിയൊരു രാജ്യത്തെയാണ്. അവർ ഈ എണ്ണോൽപാദനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു രാജ്യമാണ്. ഇറാനെ പോലെ തന്നെ അത്ര കണ്ട് ശക്തമായ ഒരു രാജ്യമാണ്. അവർക്കുണ്ടാകുന്ന നഷ്ടം ചെറുതല്ല. നമ്മൾ പറയും ദുബായ് ഒക്കെയാണ് ലോകത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഒരു ബാക്ക് ബോൺ, അല്ലെങ്കിൽ അവരുടെ ഒരു സാമ്പത്തിക സ്രോതസ്സൊക്കെ അടങ്ങിയിരിക്കുന്നത് സൗദിയിൽ നിന്നാണ്. സൗദിയിൽ നിന്നുള്ള വലിയ സമ്പത്ത് UAE-യിലൊക്കെ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് സൗദി ഒരു വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ്. സൗദിക്ക് മേലുള്ള അങ്ങനെ നിയന്ത്രണങ്ങൾ, കച്ചവടത്തിന് മേൽ വരുന്ന നിയന്ത്രണങ്ങൾ, ഉപരോധങ്ങൾ, തടസ്സങ്ങൾ, ഇതെല്ലാം തന്നെ മറ്റ് രാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഇറാൻ്റെ നിലപാടുകൾ സൗദി ചോദ്യം ചെയ്യുന്നത്. ബഹ്റൈനിലേക്കുള്ള പാലം തകർക്കുമെന്ന ഇറാൻ്റെ ഭീഷണി നേരത്തെ വന്നിരുന്നു. അങ്ങനെയെങ്കിൽ കനത്ത തിരിച്ചടി നേരിടുമെന്ന വെല്ലുവിളി തിരികെ സൗദിയുടെ ഭാഗത്ത്. സാഹചര്യം സൗദിയുടെ നിലപാട് വ്യത്യസ്തമാണ്. ലോകരാജ്യങ്ങളൊക്കെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.